മരുഭൂമിൻ്റെ വഴികളിലൂടെ ആ മനുഷ്യൻ നടന്നു നീങ്ങുകയായിരുന്നു. തൻ്റെ ഏകാന്ത നടത്തം മതിയാക്കുവാൻ അയാൾ തീരുമാനിച്ചപ്പോൾ 2 കാൽപാദങ്ങൾ മരുഭൂമിയിൽ തെളിഞ്ഞു വന്നു. ആ മനുഷ്യനോടായി ഇങ്ങനെ സംസാരിച്ചു: ഇനി നീ ഏകനല്ല, നിന്നോടൊപ്പം ഞാനുണ്ട്, നിന്നെ കാക്കുന്ന പരിപാലിക്കുന്ന നിൻ്റെ സൃഷ്ടാവായ ദൈവം. കുറേ ദൂരം നടന്ന് നീങ്ങിയപ്പോൾ ഈ മനുഷ്യൻ തളർന്ന് അവിടെ കുത്തിയിരിക്കുവാനായിട്ട് ശ്രമിച്ചു. തനിക്കിരിക്കുവാൻ പറ്റുന്നില്ല. പക്ഷേ പുറകിലേക്ക് നോക്കിയപ്പോൾ ആരെയും കാണുന്നുമില്ല. തന്നോടൊപ്പം ഉണ്ടായിരുന്ന അദൃശ്യമായ ദൈവിക സാന്നിധ്യം, അവിടുത്തെ കാൽപ്പാടുകൾ കാണുന്നില്ല. അദ്ദേഹം തൻ്റെ വാക്കുകളിൽ ദൈവത്തോടായി പരാതികൾ പറയുവാൻ തുടങ്ങി. ഉടനെ ഒരു ശബ്ദമുയർന്നു. ഇങ്ങനെ പറയുകയുണ്ടായി: നീ നടന്ന ദൂരങ്ങളിൽ ഇത്രയും ദൂരം പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെ നമ്മുടെ 2 പേരുടെയും കാൽപാദങ്ങളുണ്ടായിരുന്നു. ഏറിയ ദൂരം നീ ക്ഷീണിച്ചു എന്ന് തോന്നിയപ്പോൾ നിന്നെ എൻ്റെ കരങ്ങളിലാണ് വഹിച്ചത്. അപ്പോൾ എൻ്റെ കാൽപാദങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കരങ്ങളിൽ വഹിക്കുന്നൊരു ദൈവമുണ്ട്. നാം അറിയുന്നില്ല പലപ്പോഴും. തിരിച്ചറിയുവാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതം മധുരതരവും അർത്ഥപൂർണവുമാകുന്നത്. 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ 5ാം ദിനത്തിലെ കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ച് വരാം. തിരിച്ചറിവുകളുടെ പുതിയ അധ്യായങ്ങൾ രചിക്കാം. സ്വാഗതം. 130ാമത് മാരാമൺ മഹായോഗത്തിലെ ഇന്നത്തെ പ്രഭാത സമയം രാവിലെ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി പ്രത്യേകമായി വേർതിരിക്കുകയുണ്ടായി. റൈറ്റ് റവറൻ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്റ്റേഫാനോസ് എപ്പിസ്കോപ്പ തിരുമേനി അധ്യക്ഷത പദം അലങ്കരിച്ച ബൈബിൾ ക്ലാസ്സിന് റവറൻ A.T. സക്കറിയ അച്ഛൻ മുഖ്യ സന്ദേശം നൽകി അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഉണർവോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് പറയാം: കർത്താവേ, നീ വസിക്കുവാനുള്ള മന്ദിരമാണ് എൻ്റെ ശരീരമെന്ന് അപ്പോസ്തലൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. നിനക്ക് വസിക്കാനുള്ള മന്ദിരമാണ് എൻ്റെ ശരീരം. ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. സോ ഐ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് മൈ ബോഡി. എൻ്റെ ശരീരത്തെക്കുറിച്ച് എനിക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാനുള്ള കടപ്പാടിൽ ഞാൻ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. ശരീരാവയവങ്ങളുടെ ശുദ്ധീകരണമാണ്. 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ 5ാം ദിനത്തിലെ പ്രഭാതയോഗം DSMCയുടെ ഗാന ശുശ്രൂഷയോടുകൂടി ആരംഭിച്ചു. ഗാനങ്ങൾ എന്നും മനസ്സിന് കുളിർമയേകുന്നു എന്ന് മാത്രമല്ല, അത് ജീവിതഗതിയായി മാറുന്നതുമാണ്. സ്വർഗീയ സംഗീതം തീർക്കുന്ന മാലാഖമാരോടൊപ്പം സ്രാഫുകളും ക്രോബുകളും ആരാധിക്കുന്നവനൊപ്പം ഈ മണ്ണിലിരുന്ന് വിശ്വാസ സമൂഹവും പാടി ആർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതിനനന്തരമായി ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകി അനുഗ്രഹിച്ചത് റവറൻ ഡോക്ടർ വിക്ടർ അലോയോ ആയിരുന്നു. ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷത പദം അലങ്കരിച്ചത് അഭിവന്ദ്യനായ സക്കറിയാസ് മാർ അപ്രൈൻ തിരുമനസ്സുകൊണ്ടായിരുന്നു. ഇന്നത്തെ യോഗം, പ്രഭാത യോഗം, ഏറ്റവും ഹൃദ്യവും മനോഹരവും അനുഗ്രഹീതവുമായി വിശ്വാസികൾക്ക് അനുഭവപ്പെട്ടു. People of God reflect the faithfulness of God in this world. ഈ ലോകത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തത പ്രതിഫലിപ്പിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. We strive to love our enemies. നാം നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. Do good to those who hate us. നമ്മെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യാൻ നാം ശ്രമിക്കുന്നു. Bless those who curse us. നമ്മെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ നാം ശ്രമിക്കുന്നു. And pray for those who abuse us. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം ശ്രമിക്കുന്നു. While we may not always succeed, ഒരുപക്ഷേ നാം അതിൽ പൂർണ്ണമായും വിജയിച്ചു എന്ന് വരില്ല. the desire to love, do good, bless and pray resides within us. എങ്കിലും പ്രാർത്ഥിക്കാനും സഹായിക്കാനും കരുതാനുമുള്ള ആ വലിയ ഉത്കടമായ ആഗ്രഹം, അഭിനിവേശം നമ്മിൽ അപ്പോഴും ബാക്കിയുണ്ടാവും. മലങ്കര മർത്തോമാ സുറിയാനി സഭയ്ക്ക് ഒരു കാലത്തെല്ലാം നഷ്ടപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. അവിടെ നിന്നും പ്രാർത്ഥനയിലൂടെ തിരികെ പിടിച്ച ഒരു സമയം.
ഒരിക്കൽ ഒരു അനുഭവം ഇങ്ങനെ പങ്കുവെച്ചത് ഞാൻ കേൾക്കുകയുണ്ടായി. അഭിവന്ദ്യനായ ഒരു തിരുമേനി, അന്ന് സഭയുടെ നെടുനായകത്വം വഹിച്ചൊരു തിരുമേനി, തിരുമേനിയുടെ ഏറ്റവും വിശ്വസ്തനായ ആ മനുഷ്യൻ കേസ് നടക്കുന്ന കോടതിയിൽ പോയിട്ട് തിരികെ വരുമ്പോൾ വളരെ വേദനയോട് ഒരു കണ്ണീരണിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തിരുമേനിയുടെ അടുത്ത് വന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയി അല്ലേ എന്ന് തിരുമേനി അദ്ദേഹത്തോടായി ചോദിച്ചു. പൊട്ടിക്കരഞ്ഞ ആ മനുഷ്യനോടായി അഭിവന്ദ്യ തിരുമനസ് ഇങ്ങനെ പറഞ്ഞു: തുറന്ന വേദപുസ്തകവും കരയാൻ മിഴികളിൽ കണ്ണുനീരും ഉള്ളിടത്തോളം കാലം നമ്മുടെ സഭ വളരുക തന്നെ ചെയ്യും. ഇന്ന് ഈ സഭ എന്തെങ്കിലുമൊക്കെ ആയി എന്ന് വിശ്വാസികൾക്ക് കരുതലും വിചാരവും ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥനയിലൂടെ വളർന്നു വന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇന്ന് ഉച്ചതിരിഞ്ഞ് നടന്ന 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ 5ാം ദിനത്തിലെ യോഗം മാർത്തോമാ സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ പ്രത്യേക മീറ്റിംഗ് ആയിരുന്നു. റൈറ്റ് റവറൻഡ് ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ട് മുഖ്യ സന്ദേശം നൽകുകയും അഭിവന്ദ്യ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ തിരുമേനി അധ്യക്ഷത പദം അലങ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഉള്ളം കലങ്ങി നാമും ആ വിശുദ്ധ കുർബാനയിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഉള്ളം കലങ്ങലുകളുടെ കാരണങ്ങൾ അറിയുന്ന, എൻ്റെ മനസ്സിനെ അറിയുന്ന ഒരു കർത്താവ് ഇവിടെയുണ്ട് എന്നുള്ള ആ വലിയ ബോധത്തോടുകൂടെ തന്നെ ആയിരിക്കണം ആ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടത്. എന്നെ അറിയുന്ന, എൻ്റെ ഉള്ളം അറിയുന്ന, എൻ്റെ വേദനകൾ അറിയുന്ന എൻ്റെ യേശു ഇവിടെയുണ്ട്. അവൻ എൻ്റെ സൗഖ്യത്തിന് കാരണമാണ്. ഹല്ലേലൂയ. മാരാമൺ മഹായോഗത്തിലെ 5ാം ദിനത്തിൽ ഇന്നു മുതൽ യുവവേദി മീറ്റിങ്ങുകൾ ആരംഭിക്കുകയാണ്. പുതുതലമുറയ്ക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഊന്നി വളരുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുക. അതുമാത്രമല്ല, സഭയോടും വിശ്വാസികളോടുമൊക്കെയുള്ള അനുരഞ്ജനത്തിൻ്റെയും അനുഭാവപൂർവ്വമുള്ള പ്രവർത്തനങ്ങളുടെയും ഒക്കെ മുഖമുദ്ര തെളിയിച്ചുകൊണ്ട് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും ആ വഴിയെ നടക്കുവാനുമുള്ള ബലം നൽകുക. ഇന്നത്തെ യുവവേദി മീറ്റിങ്ങിൽ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് മുഖ്യ സന്ദേശം നൽകി യുവവേദിയെ അനുഗ്രഹീതമാക്കി. അതുകൊണ്ട് ക്രൈസ്തവ യുവതയുടെ ഐഡന്റിറ്റി സ്വത്വബോധ അന്വേഷണത്തിൽ നമുക്ക് നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ള ബോധ്യമുണ്ടാവുക, അതേ നേരത്ത് തന്നെ ആ കോണ്ടെക്സ്റ്റിൽ പതറിപ്പോകാത്ത വചനാധിഷ്ഠിതവും ക്രിസ്തു കേന്ദ്രീകൃതവും സഭയുടെ ആരാധനാ ജീവിതത്തോട് അലിഞ്ഞു ചേർന്ന് നിൽക്കുന്നതുമായ ഒരു സ്വത്വബോധം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ യുവതയുടെ ഐഡൻറ്റിറ്റി സ്റ്റേബിളാകും. അവിടെ സൈബർ സിവിലൈസേഷനോ മൾട്ടിപ്പിൾ സെക്ഷൽ ഓറിയൻറ്റേഷൻസോ മൈഗ്രേഷൻ ഇഷ്യൂസോ ഒന്നും നമുക്ക് തലവേദനയായി തീരുകയില്ല. മാരാമൺ മഹായോഗത്തിലെ 5ാം ദിനത്തിലെ വൈകിട്ടത്തെ സായാഹ്ന യോഗം DSMCയുടെ ഗാന ശുശ്രൂഷയോടുകൂടി ആരംഭിക്കുകയുണ്ടായി. ഇന്ന് മുഖ്യ സന്ദേശം നൽകി വൈകിട്ടത്തെ സായാഹ്ന യോഗത്തെ അനുഗ്രഹീതമാക്കിയത് ഡോക്ടർ രാജ്കുമാർ രാമചന്ദ്രനായിരുന്നു. ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷത പദം അലങ്കരിച്ച് അനുഗ്രഹീതമാക്കിയത് അഭിവന്ദ്യ റൈറ്റ് റവറൻഡ് ആബിൽ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ടും ആയിരുന്നു. Mudra means sealed. മുദ്ര ഇട്ടിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Sealed by God that we are His children, we have an inheritance. ദൈവത്തിന്റെ അവകാശം നമുക്ക് ലഭിക്കുന്നതിനായും ദൈവത്തിന്റെ മക്കളായി തീരുന്നതിനായും നാം മുദ്രയിടപ്പെട്ടിരിക്കുന്നു. It's wonderful to know that we are sealed by Him. His Spirit lives inside us. നമ്മുടെ ഉള്ളിൽ ആത്മാവ് വന്ന് വസിക്കുന്നു, നമ്മൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. But we are called to be led by the Spirit of God. നാം ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാനായി വിളിക്കപ്പെട്ടവരാണ്. ഓരോ രാവും ഓരോ പകലും ഓരോരോ ശ്വാസവും നിശ്വാസവും കരുണാമയനേ കൃപയിന്നാഥ ഈ ജീവൻ നീ തന്ന ദാനമല്ലേ. ഓരോ രാവും പകലും കണ്ണിമ ചിമ്മാതെ നമ്മെ കാക്കുന്ന നാഥൻ, ആ നാഥനോടൊപ്പം ചരിക്കുവാൻ, കൂടുതൽ അടുത്തറിയുവാൻ, അവൻ്റെ മാറോട് ചാർഞ്ഞുറങ്ങുവാൻ ഒരു രാവും ഒരു പകലും കൂടി ദൈവം നമുക്ക് ദാനമായി നൽകുകയാണ്. മാരാമൺ മഹായോഗത്തിൻ്റെ 5ാം ദിനത്തിലെ കാഴ്ചകൾ ഇവിടെ പര്യവസാനിക്കുന്നുവെങ്കിലും പുതിയ അനുഗ്രഹീതമായ കാഴ്ചകളും പുതിയ ചിന്തകളുമായി നമുക്ക് വീണ്ടും ചേരാം. മാർത്തോമാ വിഷനോടൊപ്പം. നന്ദി.